എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ടൊക്കെ മലയാളികൾ പേർഷ്യയിലേക്കാണ് പോയിരുന്നത്. ഗൾഫിലേക്കൊക്കെ പോകുന്നത് പിന്നീടാണ്. ദുബായ് അതൊക്കെ പിന്നീട് വന്ന സംഭവങ്ങളാണ്. ഇക്കാര്യം നമ്മുടെ ജൻസിക്ക് വലിയ പിടിയില്ല. പക്ഷേ ഒരു 50-60 വയസ്സായ ആളുകൾക്കൊക്കെ ഇക്കാര്യം അറിയാം. പണ്ട് പേർഷ്യക്കാർക്ക് നമ്മുടെ നാട്ടിൽ വലിയ വിലയായിരുന്നു. കല്യാണ മാർക്കറ്റിലാണ് മുടിഞ്ഞ വില. ഇവർ പേർഷ്യക്കാർ നമ്മുടെ നാട്ടിലേക്ക് വലിയ അംബാസഡർ കാർ വിളിച്ചാണ് വരിക. അതായത് ഗൾഫിൽ നിന്ന് വരുമ്പോൾ വലിയ പെട്ടിയൊക്കെ കാരിയറിൻ്റെ മുകളിൽ കയറ്റി വെച്ചാണ് വരിക. ഈ പെട്ടി അയൽക്കാരും സുഹൃത്തുക്കളുടെ മുമ്പാണ് ഈ പെട്ടി പൊട്ടിക്കുക. അതിൽ 3-5 സിഗരറ്റ് ഉണ്ടാവും, 7 o'clock ബ്ലേഡ് ഉണ്ടാവും, വാച്ച് ഉണ്ടാവും, തിളങ്ങുന്ന കള്ളിമുണ്ടുണ്ടാവും. എന്തായാലും ഇതൊക്കെ ഏറ്റവും അടുത്ത അയൽക്കാർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കാനുള്ള അത്രയ്ക്ക് അവർ കൊണ്ടുവരും. ഈ പേർഷ്യ എവിടെയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ഇറാൻ്റെ പണ്ടത്തെ പേരാണ് ഈ പേർഷ്യ. അവരുടെ നാട്ടിൽ പ്രാദേശികമായിട്ട് അവർ ഇറാൻ എന്നാണ് വിളിച്ചിരുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ ആര്യൻ എന്നുള്ളതിൻ്റെ അവരുടെ ഒരു വാക്കാണ് ഈ ഇറാൻ. ആര്യൻ തന്നെയാണ് ഇറാൻ. 1935 ഈ ആര്യരക്തത്തെപ്പറ്റി വലിയ പൊങ്ങച്ചം പറച്ചിലുകൾ ഹിറ്റ്ലറുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായത്. അപ്പോൾ പേർഷ്യക്കാർ അവരുടെ പേര് ഞങ്ങളും ആര്യൻ തന്നെയാണെന്നുള്ള രീതിയിൽ വന്നോട്ടെ എന്ന് കരുതി ഇറാൻ എന്ന പേരിലേക്ക് മാറി. 1908 ഈ പേർഷ്യയിൽ ആദ്യമായി എണ്ണ കണ്ടെത്തുന്നത്. ബ്രിട്ടീഷ് കമ്പനിയായ ആംഗ്ലോ പേർഷ്യൻ ഓയിൽ കമ്പനി അവരവിടെ വലിയ എണ്ണ വ്യവസായം സ്ഥാപിക്കുന്നു. അവിടെ റിഫൈനറികളും ഓയിൽ ഫീൽഡുകളും പണിയാൻ വേണ്ടി തൊഴിലാളികളെ ആവശ്യമായി വരുന്നു. വലിയ തോതിൽ തൊഴിലാളികളെ ആവശ്യമായിരുന്നു. അപ്പോൾ കേരളം അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. തമ്മിൽ ഭേദമായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം അന്നും നമ്മളായിരുന്നു ടോപ്പ്. അപ്പോൾ ഇവിടെ ടെക്നിക്കൽ ജോലി ചെയ്യാൻ അറിവുള്ളവർ ഉണ്ടായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് പോലും സംസാരിക്കാൻ കഴിയുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഗുണമാണ്. കാരണം അന്ന് വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ മിഷണറിമാർ തൊട്ടുള്ള ആളുകളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായി നമുക്ക് ഇന്ത്യയിൽ മറ്റുള്ള ഒരു സ്ഥലത്തും ഇല്ലാത്ത ഒരു ഉയർച്ച വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ടീമിനെയാണ് ആദ്യമായി ഈ ബ്രിട്ടീഷ് ഓയിൽ കമ്പനിയിലേക്ക് കൊണ്ടുപോകുന്നത്. സാധാരണയായി അവർ ചെയ്തിരുന്ന ജോലികളെന്ന് പറയുന്നത് മെക്കാനിക്കൽ, ഫിറ്റർ, വെൽഡർ, ഇലക്ട്രീഷ്യൻ, ഡ്രാഫ്റ്റ്സ്മാൻ, അതുപോലെ ആശുപത്രിയിലെ നഴ്സുമാർ, സ്റ്റാഫ്, പിന്നെ ക്ലറിക്കൽ ജോലിക്കാർ, അതുപോലെ തന്നെ നമുക്കറിയാം കൂലിപ്പണിക്കാർ. പേർഷ്യയിൽ ഈ റിഫൈനറി, ഏറ്റവും വലിയ റിഫൈനറി പ്രവർത്തിച്ചിരുന്ന നഗരത്തിൻ്റെ പേരാണ് അബദാൻ. അങ്ങനെ നമ്മളുടെ ഒരു കാലം 79 വരെ നമ്മുടെ പേർഷ്യക്കാരുടെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ 79 അവിടെ ഈ പറഞ്ഞ ഖൊമേനിമാരുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക വിപ്ലവം നടക്കുന്നു. അവിടെ നമുക്ക് കഴിഞ്ഞുകൂടാൻ പറ്റാത്ത സ്ഥിതിയിലുള്ള തരത്തിലുള്ള വെറുപ്പ് പ്രചരിപ്പിക്കപ്പെടുന്നു. ഭാഗ്യത്തിന് നമുക്ക് അപ്പോഴേക്കും ദുബായ് പോലുള്ള സ്ഥലങ്ങൾ നമുക്ക് വേണ്ടി, മലയാളികൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ആ പോക്ക് നിർത്തി നേരെ പേർഷ്യക്കാരെന്ന് മാറി നമ്മൾ ഗൾഫുകാരായി എന്നല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടായില്ല. ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മൾ ഈ മേൽ പറഞ്ഞതാണ് ഈ പേർഷ്യ എന്ന് പറയുന്നതും പേർഷ്യയുമായിട്ട് നമുക്കുണ്ടായിരുന്ന പോക്കുവരവ് ബന്ധവുമായിരുന്നു. നമ്മളും അവരും തമ്മിലുള്ള ഒരു പ്രകടമായ ബന്ധം. പക്ഷേ നമ്മളും അവരും തമ്മിൽ ആന്തരികമായ ഭയങ്കര ബന്ധങ്ങളുണ്ട്. ആർക്കും മറയ്ക്കാനും ഒളിക്കാനും പറ്റാത്ത ജനിതക ബന്ധം. മലയാളികളുടെ സിരകൾക്കുള്ളിൽ മതിയായ അളവിൽ ഇറാൻകാരുടെ രക്തം ഓടുന്നുണ്ട് എന്നതാണ് ഒരു പച്ച പരമാർത്ഥം. ഒരുപക്ഷെ ഇറാൻകാരുടെ പ്രശ്നങ്ങൾ ഇറാനിലേക്കാൾ കൂടുതൽ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഈ ജനിതകം പ്രേരിപ്പിക്കുന്നത് കൊണ്ടാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് നമ്മളല്ല. 3 ടീമാണ് ഇതിനു വേണ്ടി ഉള്ളത്, ഏർപ്പാടാക്കിയിട്ടുള്ളത്. 3 തരം ശാസ്ത്രജ്ഞരുണ്ട്. 1 നരവംശ ശാസ്ത്രജ്ഞർ, 2 പുരാവസ്തു ശാസ്ത്രജ്ഞർ, പിന്നെ അതുപോലെ ജനിതക ശാസ്ത്രജ്ഞർ, ശരിക്കും പറഞ്ഞാൽ 4 ഭാഷാശാസ്ത്രജ്ഞർ. ഈ 4 ശാസ്ത്രജ്ഞന്മാരാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു മറുപടി പറയേണ്ടത്. അവരുടെ മറുപടികളിലേക്ക് നമുക്ക് വരാം. അവർ പറയുന്നത് കിഴക്കേ ആഫ്രിക്കയിൽ നിന്നാണ് ഇന്ന് ലോകം മുഴുവൻ കാണുന്ന മനുഷ്യരുടെ പൂർവികർ പുറപ്പെട്ടത്. അവർ പെറ്റുവരികയുള്ളതാണ് ഈ ലോകം മുഴുവൻ, കുടിയേറിയാണ് ഈ ലോകം മുഴുവൻ കാണുന്നത്. ഈ ഒറിജിൻ ഔട്ട് ഓഫ് ആഫ്രിക്ക എന്ന് പറയുന്ന ആ സിദ്ധാന്തം പറയുന്നത് കിഴക്കേ ആഫ്രിക്കയിൽ നിന്നാണ് മനുഷ്യരുടെ പൂർവികർ പുറപ്പെട്ടത് എന്നാണ്. ഇതൊരു പുതിയ കാര്യമല്ല, പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹോമോസോപ്പിയൻ എന്ന ഈ മനുഷ്യജാതി 70,000 വർഷം മുമ്പ് അവിടെ നിന്ന് പുറപ്പെട്ട് ഒരു ഇന്ത്യയിലൊക്കെ
പരക്കുന്നത് ഒരു 65,000 വർഷം മുമ്പാണ് എന്ന് നമുക്ക് കണക്കൂട്ടാൻ കഴിയും. ഇറാനിലും ഇതേ ജാതി മനുഷ്യജാതി അവിടെ എത്തി. അവരും ഈ ആഫ്രിക്കയിൽ നിന്ന് വന്ന ആളുകൾ തന്നെയാണ്, പുതിയ ആളുകളൊന്നും ആരും സൃഷ്ടിച്ചിട്ടില്ല. പക്ഷെ അവരവിടെ പരക്കാൻ തുടങ്ങിയത് 45,000 കൊല്ലം മുമ്പ് മാത്രമാണ്. അവർ ലേശം ലേറ്റായി പോയി. കാരണം 10-20,000 നമ്മുടെ വെച്ച് നോക്കുമ്പോൾ 20,000 ലേറ്റാണ്. പക്ഷേ അതിൻ്റെ കാരണം കാലാവസ്ഥയുടെ കാഠിന്യമായിരുന്നു. അവിടെ അങ്ങനെ ജീവിക്കാൻ പറ്റാത്തൊരു കാലാവസ്ഥയായിരുന്നു. ഹിമയുഗമായിരുന്നു അന്ന്. അതിൻ്റെ പേരിലാണ് അവർ വൈകിപ്പോയത്. ഈ ഇറാനിൽ സാങ്ഗ്രോസ് എന്ന ഒരു പർവ്വത നിരകളുണ്ട്. അവിടെ പെറുക്കിത്തീനുകളും വേട്ടയാടികളുമായ കുറേ മനുഷ്യരുണ്ടായിരുന്നു. അവർ ഏകദേശം 9,000 വർഷം മുമ്പ് ഭക്ഷണം തേടി മലയിറങ്ങി സാവധാനം അവർ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലുള്ള മഗർഗഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. അവർ മഗർഗഡിൽ ചെല്ലുമ്പോൾ അവിടെ മനുഷ്യരുണ്ട്. സ്വാഭാവികമായി ഉണ്ടാവില്ല. 65,000 വർഷം മുമ്പ് പോയ ആഫ്രിക്കയിൽ നിന്നും കൂടിയേറിയ ആളുകൾ അവിടെ പരന്നിട്ടുണ്ട്. അവരെയാണ് നമ്മൾ ഈ ഫസ്റ്റ് ഇന്ത്യൻസ്, ആദ്യത്തെ ഇന്ത്യക്കാർ എന്ന് വിളിക്കുന്നത്. അവരുടെ പൂർണ്ണമായ പേര് ഏൻഷ്യൻറ്റ് ആൻസെസ്ട്രൽ സൗത്ത് ഇന്ത്യൻസ്, AASI എന്നാണ് പറയുക. നമ്മളിവിടെ ആദ്യമേ ഇന്ത്യക്കാരെന്ന് വിളിക്കുള്ളൂ, കാരണം മറ്റേത് പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ ഇവർ അവിടെ എത്തിയപ്പോൾ ഇറാനിൽ നിന്ന് എത്തിയ വേട്ടയാടികളായ മനുഷ്യർ ഈ ആദിമ ഇന്ത്യക്കാരുമായി കലരുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അവരിലേക്ക് ആദ്യമായി ഇറാൻ്റെ ജനിതകം കലരുന്നത്. കലർന്നു എന്നല്ല പറയേണ്ടത്, ശരിക്കും പറഞ്ഞാൽ ആ ജനിതകമാണ് പിന്നീട് മേൽക്കൈ നേടിയത്. അതിൻ്റെ കാരണം കൂടുതൽ അവരായിരിക്കും, അതിൻ്റെ പേരിലായിരിക്കും അത് മേൽക്കൈ നേടിയത്. ഈ ഇറാനിൽ നിന്ന് വന്നവർ വെറും ഹണ്ടർ ഗേദറേഴ്സ് ആയിരുന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം അവർക്ക് ആടുകളെ നിയന്ത്രിച്ചു വളർത്താൻ അറിയാമായിരുന്നു എന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അവരും ഈ പറഞ്ഞ ആദ്യമായി ഇന്ത്യക്കാരും ചേർന്ന സങ്കര ഇനം മനുഷ്യരാണ് ആദ്യമായി ഇന്ത്യയിൽ കൃഷി തുടങ്ങുന്നത്. മെഹർഗഡ് എന്ന സ്ഥലത്ത്. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ മെഹർഗഡ് ഇന്ത്യയിലല്ല, പക്ഷെ നമ്മൾ പറയുമ്പോൾ പഴയ ഇന്ത്യയുടെ ഒരു കോൺസെപ്റ്റ് മതി. അതിന് ഈ കൃഷി തുടങ്ങിയതിന് ശക്തമായ തെളിവുകളുണ്ട്. ശാസ്ത്രജ്ഞർ തമ്മിൽ സമവായമുണ്ട്. ഇതിൽ തർക്കങ്ങളൊന്നും ഇല്ല. ഏകദേശം 2500 വർഷം അവരവിടെ കൃഷി ഡെവലപ്പ് ചെയ്യുന്നു. ഗോതമ്പ്, ബാർലി, പിന്നെ കന്നുകാലികളുടെ വളർത്തൽ, ഇതൊക്കെ നമുക്ക് അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 7500 വർഷങ്ങൾക്ക് ശേഷം അവരുടെ പിൻതലമുറകൾ ബലൂചിസ്ഥാനിലെ മലനിരകളിൽ നിന്നും സമതലങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്. കൂടുതൽ ഗ്രാമങ്ങളും കൂടുതൽ വ്യാപാരങ്ങളും ഒക്കെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം. അവരുടെ ആ വ്യാപനം ചെന്നെത്തിയത് സിന്ധു നദീ തടത്തിലാണ്. 5300 വർഷം മുമ്പ് അവർ അവിടെ ഒരു നഗര സംസ്കാരവും വ്യാപാരവും ഡെവലപ്പ് ചെയ്തു. ഏകദേശം 700 വർഷം കഴിയുമ്പോഴേക്കും, അവരവിടെ ചെന്നതിന് ശേഷം 700 വർഷം കഴിയുമ്പോഴേക്കും 3 വലിയ നഗരങ്ങൾ ആ പ്രദേശങ്ങളിലുണ്ടായി. അതാണ് നമ്മൾ പറയുന്നത് ഹാരപ്പ, മോഹൻജദാരോ, അതുപോലെ തന്നെ രാഖി ഖർഖി. ഇവ മൊത്തമായി ഈ മൂന്ന് നഗരങ്ങളെയും നമ്മൾ ചേർത്തുകൊണ്ട് മൊത്തം ഇപ്പോൾ പറയുക, ഇവർ മൊത്തം പറയുക ഹാരപ്പൻ ജനത എന്നാണ്. സിന്ധു നദീതട സംസ്കാരം IVC എന്നും നമ്മൾ പറയാറുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കിയത് ഇവരാണ് എന്ന അർത്ഥത്തിൽ. ഉണ്ടാക്കിയതാരാ നമുക്കറിയാം. ഇറാനിൽ നിന്നും വന്നവരും ഇവിടെ ഉണ്ടായിരുന്ന ആദിമ ജനതയും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു സംസ്കാരമാണ് മെഹർഗഡിലേതും സിന്ധു നദി തടത്തിലേതും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ നഗരങ്ങളിൽ, അതായത് ഹാരപ്പൻ, മോഹൻജദാരോ, രാഖി ഖർഖി പോലുള്ള നഗരങ്ങളിൽ അവർ കൃഷി ചെയ്തു. നമുക്കെന്നും വായിച്ചെടുക്കാൻ കഴിയാത്ത ഒരു ലിപി, അവർ എഴുത്തുവിദ്യ ഉണ്ടാക്കി, ഇഷ്ടിക വെച്ചുള്ള വീടുകളുണ്ടാക്കി, മലിനജലം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങളുണ്ടാക്കി. അതിനെ നമ്മൾ വെറും സംസ്കാരം എന്നല്ല പറയുക, സിവിലൈസേഷൻ എന്നാണ്, നാഗരികത. അത് 700 വർഷക്കാലം അത് സുവർണ ശോഭയോടെ നിലനിന്നു എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത്, ഈ ഇറാനിൽ നിന്ന് വന്ന ആളുകളുടെ ഭാഷ എന്തായിരിക്കും, ആദിമ ഇന്ത്യക്കാരുടെ ഭാഷ എന്തായിരിക്കും? ചില ഭാഷാശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എലാമൈറ്റ് എന്ന ഭാഷയായിരുന്നു ഈ ഇറാനിൽ നിന്ന് വന്നവർ സംസാരിച്ചിരുന്നത്. ആദിമ ഇന്ത്യക്കാർക്കും അവരുടേതായ ഒരു ഭാഷ ഉണ്ടായിരുന്നു. അതിനെ നമുക്ക് ആദിമ ദ്രാവിഡം എന്ന് വിളിക്കാം. ഈ എലാമൈറ്റും ദ്രാവിഡവും കൂടിച്ചേർന്ന് പ്രോട്ടോ ദ്രാവിഡം ഉണ്ടായി എന്ന് വിശദീകരിക്കുന്ന ഭാഷാശാസ്ത്രജ്ഞന്മാരുണ്ട്. അതൊരു ഹൈപ്പോത്തീസിസ് മാത്രമാണ്, സമവായം ഉണ്ടായിട്ടില്ല. ഇവരതിനെ എടുത്ത് കാണിക്കുന്നത് മലയാള ഭാഷയിലുള്ള എലാമൈറ്റ് ഭാഷയിലുമുള്ള ചില സാമ്യങ്ങളാണ്. മലയാളികളുടെ
അമ്മ എന്ന് പറയുന്നത് വാക്ക് ഇറാനിയൻ അലൈൻമെൻറ്റ് ഭാഷയിലും അമ്മ തന്നെയാണ്. അപ്പൻ എന്ന ഭാഷ അത് അപ്പൻ തന്നെയാണ്. മകൻ മഗു, കണ്ണ് കിന് ആണ്, നഗരം ഊര് ആണ്. അപ്പോൾ ഊര് എന്ന് പറയുമ്പോൾ മലയാളിക്ക് ഏകദേശം ഊര് ദേശം തന്നെയാണല്ലോ, അത് തൃശ്ശൂർ ഒരു ഊര് തന്നെയാണ്. മല 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 തന്നെയാണ്. തീക്ക് അത്തൽ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ മലയാളത്തിൽ ദ്രാവിഡ ഭാഷയിൽ ഈ അത്തൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ധാതു എന്ന് പറയുന്നത് വേദന, ചൂട് എന്നൊക്കെ തന്നെയാണ് അതിൻ്റെയും അർത്ഥം. അപ്പോൾ ഇങ്ങനെ ചിലതൊക്കെ കാണിച്ചുകൊണ്ട് ഈ ഭാഷയ്ക്കും ഈ എലാമൈറ്റ് ഭാഷയ്ക്കും നമ്മുടെ മലയാളത്തിനും ബന്ധങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അത് തർക്ക വിഷയമാണ്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യ ഇറാൻ്റെ അതിർത്തിക്ക് അടുത്താണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ഇന്ന് അവിടെ ഉള്ളവർ സംസാരിക്കുന്ന ബ്രഹുയി എന്ന ഒരു ഭാഷയുണ്ട്. അത് ദ്രാവിഡ ഭാഷയാണ്. ഈ തെളിവ് വെച്ച് ഈ ദ്രാവിഡർ എന്ന് പറയുന്ന ആളുകൾ തന്നെ ഇറാൻ വഴി ഇന്ത്യയിലേക്ക് വന്നതാണ് എന്ന് വാദിക്കുന്നവരും ഉണ്ട്. എന്നാൽ ഇതിനൊന്നും ഒരു പൊതുസമ്മതം നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം ഈ പൊതുസമ്മതം എന്ന് പറയുമ്പോൾ ജനിതകശാസ്ത്രവും ഭാഷാശാസ്ത്രവും അതുപോലെ തന്നെ പുരാവസ്തു ശാസ്ത്രവും കൂടി ഇക്കാര്യത്തിലൊരു തീരുമാനത്തിലെത്തണം. ഒരു സമവായത്തിലെത്തിയാൽ മാത്രമാണ് അത് പരമാർത്ഥം ആകുള്ളൂ, അല്ലെങ്കിൽ അത് ഹൈപ്പോത്തീസിസ് മാത്രമായി നിൽക്കും. ഈ ഒരു സമവായത്തിന് തടസ്സം നിൽക്കുന്നത് ആക്ച്വലി സിന്ധു നദീതടത്തിലുള്ള ഭാഷ, അവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഭാഷ നമുക്ക് ഇപ്പോഴും വായിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇറാനിലെ സാങ്ക്രോസ് മലനിരകളിൽ നിന്ന് മനുഷ്യർ വന്നതിനും അവർ ഇന്ത്യക്കാരായി ചേർന്ന് മെഹർഗഡിൽ കൃഷി തുടങ്ങിയതിനും അവർ തന്നെയാണ് സിന്ധു നദീതട സംസ്കാരം ഉണ്ടാക്കിയത് എന്ന കാര്യത്തിലൊക്കെ ശാസ്ത്രജ്ഞർക്ക് സമവായമുണ്ട്. പക്ഷേ ഈ ഭാഷ വായിക്കാത്തത് കൊണ്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലെ മറ്റവകാശവാദങ്ങളെ അംഗീകരിച്ചു കൊടുക്കാനുള്ള നിവൃത്തിയില്ല. ഇന്നേക്ക് 3900 വർഷത്തിന് ശേഷം അവിടെ ഹാരപ്പൻ സംസ്കാരത്തിന് ഇടിവ് സംഭവിക്കുകയാണ്. ആ സുവർണ ശോഭ കെടുകയാണ്. പ്രധാനപ്പെട്ട കാരണം മൺസൂണിൻ്റെ കുറവും കാലാവസ്ഥയുടെ വ്യതിയാനവും. അവർക്ക് പിന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഹാരപ്പൻ ജനങ്ങൾ നഗരങ്ങൾ വിട്ട് ഗ്രാമങ്ങളിലേക്ക് ചിതറാൻ തുടങ്ങി. അത് ഏകദേശം ഈ ചിതറൽ ഒരു 600 വർഷം നീണ്ടു നിന്നിട്ടുണ്ട്. ഈ മനുഷ്യർ, ഇങ്ങനെ ചിതറിപ്പോയ മനുഷ്യർ, അവർ പോകുന്ന സ്ഥലങ്ങളിൽ അവർ ഈ ഹാരപ്പൻ ജനത അവർ കണ്ടുമുട്ടുന്നത് ആദിമ ഇന്ത്യക്കാരെയാണ്. ആരാണ് ആ ആദിമ ഇന്ത്യക്കാർ? 65,000 വർഷം മുമ്പ് ആഫ്രിക്കയിൽ നിന്നും കുടിയേറിയ മനുഷ്യർ മെഹർഗഡിൽ മാത്രമല്ല ഉണ്ടായിരുന്നത്, അവർ ഇന്ത്യ മുഴുവൻ പരന്നിട്ടുണ്ടായിരുന്നു. ഇവരെയാണ് സത്യത്തിൽ ഇവരുടെ ഹാരപ്പൻ ജനതയുടെ ക്ലോസ് ബന്ധുക്കളാണ്. പക്ഷേ ഇവരെ നമ്മൾ കണ്ടുമുട്ടുന്നത് 50,000 വർഷം കഴിഞ്ഞിട്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവർ ചെല്ലുന്നിടത്തൊക്കെ ഹാരപ്പൻ ജനത ഗ്രാമങ്ങളിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ അവർ ചെല്ലുന്ന പല സ്ഥലങ്ങളിലും ആദിമ ഇന്ത്യക്കാർ, മുമ്പേ ഉള്ള ഇന്ത്യക്കാരുണ്ട്. അവർ കൃഷിയൊന്നും അറിയാതെ, അവരുടെ സ്ഥിതി എന്ന് പറയുന്നത് ഹണ്ടർ ഗാദറിങ്ങും മാത്രമാണ്, വേട്ടയാടലും പെറുക്കി തീറ്റയും മാത്രം. നമ്മൾ ഈ അപ്പോകാലിപ്റ്റോ എന്ന് പറഞ്ഞ ഒരു സിനിമ കണ്ടിട്ടുണ്ട്. ആ ഇംഗ്ലീഷ് സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, 2 മനുഷ്യ ഗോത്രങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ ഉടൻ വയലൻസ് എന്നായിരിക്കും. എന്നാൽ അതുമാത്രമല്ല, കാരണം സാധ്യതകൾ ഒരുപാടാണ്. റൊമാൻസും ഉൾക്കൊള്ളലും മറ്റൊരു സാധ്യതയാണ്. ഹാരപ്പൻ ജനത ആദിമ ഇന്ത്യക്കാരുമായി കണ്ടുമുട്ടിയപ്പോൾ റൊമാൻസും ഉൾക്കൊള്ളലുമാണ് കൂടുതൽ സംഭവിച്ചത്. അതിൻ്റെ തെളിവ് എന്താണ് എന്ന് ചോദിച്ചാൽ ഇന്നും ജീവിച്ചിരിക്കുന്ന നമ്മളാണ് അതിന് തെളിവ്. അന്ന് നമ്മൾ പരസ്പരം വെട്ടി മരിക്കുകയായിരുന്നെങ്കിൽ ഇന്ന് ഉണ്ടാകുമായിരുന്നില്ലല്ലോ. സോ പ്രേമമാണ് അഖില സാരമൂഴിയിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹാരപ്പൻ ജനത നമ്മൾ ഈ പറഞ്ഞ ആദിമ ജനതയുമായി മിക്സ് ചെയ്തു. അതിലൂടെ അവരിലേക്കും ഇറാനിയൻ രക്തം കടന്നു. പണ്ടത്തെ ദക്ഷിണേന്ത്യ, തമിഴകം എന്നൊക്കെ പിന്നീട് വിളിച്ച സ്ഥലം, അവിടെയും ഈ 65,000 വർഷം മുമ്പ് എത്തിയ ആദിമ ഇന്ത്യക്കാരുണ്ടായിരുന്നു. അവരുമായും ഹാരപ്പൻ ജനത മിക്സായി. അങ്ങനെ ഇന്നത്തെ മലയാളികളിലും ഇറാൻ ജനിതകം അങ്ങനെ കലർന്നു. ഇവരെ, അതായത് ഹാരപ്പൻ ജനത സൗത്ത് ഇന്ത്യയിലെ ആദിമ ഇന്ത്യക്കാരുമായി ചേർന്ന് ഉണ്ടായ ആ മിക്സിനെയാണ് നമ്മൾ ആൻസെസ്ട്രൽ സൗത്ത് ഇന്ത്യൻ അഥവാ ASI എന്ന് പറയുന്നത്. പുരാതന സൗത്ത് ഇന്ത്യൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓരോ മിക്സിങ് കഴിയുമ്പോഴും ഹാരപ്പൻ ജനതയിലുള്ള ഇറാൻ കണ്ടൻറ്റ്, ഇറാൻ ജനിതകത്തിൻ്റെ അളവിൽ കുറേശ്ശെ കുറവ് വന്നുകൊണ്ടിരുന്നു എന്ന് നമ്മളപ്പം മനസ്സിലാക്കണം. ഹാരപ്പൻ ജനതയിൽ ഉണ്ടായിരുന്ന ഇറാൻ ജനിതകത്തിൻ്റെ അളവ് 50 മുതൽ 65%
അതിൽ ബാക്കിയുള്ളത് ആദിമ ഇന്ത്യക്കാരുടേതും. ഇവർ തെക്കേ ഇന്ത്യയിലുണ്ടായിരുന്ന ആദിമ ഇന്ത്യക്കാരുമായി മിക്സ് ചെയ്യുന്നതോടുകൂടി ഇറാൻ ജനിതകത്തിൻ്റെ അളവിൽ കുറഞ്ഞ് 25% മുതൽ 35% വരെയായി മാറുന്ന അവസ്ഥയുണ്ടായി. ഇനി നമുക്ക് പറയാനുള്ളത് സ്റ്റെപ്പി ആര്യന്മാരുടെ വരവിനെ പറ്റിയാണ്. ഇന്നേക്ക് ഏകദേശം 3900 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിലേക്ക് മറ്റൊരു കുടിയേറ്റം തന്നെ ഉണ്ടാവുകയാണ്. അവരെയാണ് നമ്മൾ സ്റ്റെപ്പി ആര്യന്മാർ എന്ന് വിളിക്കുന്നത്. യൂറേഷ്യൻ പുൽമേടുകളിൽ നിന്ന് വന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം. സ്റ്റെപ്പി എന്നാൽ പുൽമേട് ആണ്. ഇവരെ നമ്മൾ വിളിക്കുന്നതാണ്, ഷോർട്ടായിട്ട് വിളിക്കുന്ന പേരാണ് ആര്യന്മാർ എന്ന്. അവർക്ക് ചക്രം കൊണ്ടുള്ള വണ്ടികൾ ഉണ്ടായിരുന്നു. അവർ കസാക്ക് സ്റ്റെപ്പിൽ നിന്ന് യൂറേഷ്യൻ സ്റ്റെപ്പി വഴി അവർ കന്നുകാലികളെയും തെളിച്ച് കിഴക്കോട്ട് നീങ്ങി. അപ്പോൾ റഷ്യയിലേക്കും പരന്നു കിടക്കുന്ന അൽത്തായ് പർവ്വതം എത്തിയപ്പോൾ അവർ ദിശയൊന്ന് മാറ്റിപ്പിടിച്ച് കാണണം. അങ്ങനെ തെക്കോട്ടേക്ക് മാറ്റിപ്പിടിച്ച് കാണണം. ഹിന്ദുകുഷ് പർവ്വത നിര കടന്ന് അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ താഴ്വര വഴി കണ്ടഹാർ വഴി അവർ വടക്കൻ പാകിസ്ഥാനിലെത്തി. അവിടെ സ്വാത്ത് താഴ്വര ക്രോസ് ചെയ്തുകൊണ്ട് അവർ സിന്ധു നദീതടത്തിൽ എത്തുകയാണ് ഉണ്ടായത്. അവരവിടെ എത്തുന്നത് ഏകദേശം 4000 വർഷം മുമ്പാണ്. ആ വരവ് ഏകദേശം ഒരു 500 വർഷം തുടർന്നതായാണ് കാണുന്നത്. അതായത് ഒറ്റ വരവല്ല, ഏകദേശം 3500 വർഷം മുമ്പ് വരെ പല ബാച്ചുകളായാണ് അവരെത്തിയത്. ഇതിനെ പറയുക മൈഗ്രേഷൻ വേവ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. പക്ഷെ അവർ ഈ സിന്ധു നദീതടത്തിലെത്തിയിട്ട് അവരവിടെ ഒന്നും കണ്ടില്ല. കാരണം അവിടെ കുറച്ച് ഇഷ്ടി കഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടുത്തെ ആളുകളൊക്കെ മുമ്പേ പോയി, നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ആര്യന്മാർ അവരുടെ കന്നുകാലികളെയും രഥവുമാക്കായി ഗ്രാമങ്ങളിലേക്ക് നീങ്ങുകയാണ് ഉണ്ടായത്. മുമ്പ് ഹാരപ്പൻ ജനത നടന്ന അതേ വഴിയിലൂടെ ഗുജറാത്ത്, പഞ്ചാബ്, രാജസ്ഥാൻ, UP അങ്ങനെ അവർ നീങ്ങി. സ്വാഭാവികമായും അവർ അവിടങ്ങളിലൊക്കെ ഹാരപ്പൻ ജനതയെ കണ്ടുമുട്ടി. ഈ ഹാരപ്പൻ ജനതാ കാലത്ത് കൃഷിയൊക്കെ തുടങ്ങി ആദിമ ഇന്ത്യക്കാരുമായി ഒക്കെ കൂടിക്കലർന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആര്യന്മാരും ഹാരപ്പൻസും കണ്ടുമുട്ടിയപ്പോൾ അധികം ഉണ്ടായത് സെക്സായിരുന്നു. അതായത് റൊമാൻസും ഉൾക്കൊള്ളലും കലരലും. ഈ സ്റ്റെപ്പി ആര്യന്മാർ ഹാരപ്പന്മാരായി മിക്സ് ചെയ്യുകയും മറ്റൊരു സങ്കര ഇനം മനുഷ്യരായി പോപ്പുലേഷൻ ഗ്രൂപ്പായി മാറുകയാണ് ഉണ്ടായത്. അവരെയാണ് നമ്മൾ ആൻസെസ്ട്രൽ നോർത്ത് ഇന്ത്യൻ എന്ന് പറയുന്നത്. അതായത് പ്രാചീന പുരാതന നോർത്ത് ഇന്ത്യൻ, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ANI എന്നാണ് നമ്മളിപ്പോൾ അതിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ എന്താണ് ഇതിനൊരു തെളിവ് എന്നുണ്ടല്ലോ, ചോദിക്കുമല്ലോ. സ്വാഭാവികമാണ്. ഇന്നും പടിഞ്ഞാറൻ ഇന്ത്യക്കാരിലും വടക്കേ ഇന്ത്യക്കാരിലും ഉയർന്ന തോതിൽ കാണപ്പെടുന്ന സ്റ്റെപ്പി ആര്യൻ ജനിതകമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട തെളിവ്. അന്ന്, അതായത് ആ കലർന്ന കാലങ്ങളിൽ ആ പുതിയ മിശ്രിതത്തിൽ സ്റ്റെപ്പി ആര്യന്മാരുടെ രക്തം 30% മാറി. അതേസമയം ഇറാനിയൻ രക്തത്തിൻ്റെ അളവ് കുറഞ്ഞ് 45% തീർന്നു എന്നാണ് ഒരു കണക്ക്. എന്നാൽ ഇക്കാര്യം കൊണ്ട് ആര്യന്മാർ പുറത്തു നിന്ന് കുടിയേറിയവരാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഒരിക്കലും പറ്റില്ല, തീർച്ചയായും പറ്റില്ല. അത് ഉറപ്പിക്കണമെങ്കിൽ ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നു എന്ന് പറയുന്ന കാലത്തിന് മുമ്പ് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ജനതയുടെ DNA നമുക്ക് കിട്ടണം. അതായത് ഹാരപ്പൻ ജനത, അവരുടെ DNA നമ്മൾ കണ്ടുപിടിച്ച് അതിൽ ആര്യൻ്റെ ജനിതകം ഇല്ല എന്ന് ഉറപ്പിച്ചാൽ നമുക്ക് ഉറപ്പാക്കാം ആര്യന്മാർ പിന്നീട് വന്നവരാണ് എന്ന്. അങ്ങനെ നമുക്ക് കഴിഞ്ഞു. അത്തരം ഒരു തെളിവ് 2019 ഹരിയാനയിലെ രാഖിഗർഗി എന്ന ഒരു ഹാരപ്പൻ നഗരത്തിൽ നിന്ന് പുരാവസ്തു ശാസ്ത്രജ്ഞരിൽ ഒരു സ്ത്രീയുടെ അവശിഷ്ടങ്ങൾ കുഴിച്ചെടുക്കുകയുണ്ടായി. വസന്ത് ഷിൻഡെ എന്ന ഒരു ശാസ്ത്രജ്ഞനാണ്, നരവംശ ശാസ്ത്രജ്ഞനാണ് അതിൻ്റെ നേതൃത്വം, അത് പഠിക്കാനായിട്ട് നേതൃത്വം കൊടുത്ത ടീം. ആ സ്ത്രീയിൽ നിന്നും കിട്ടിയ പ്രാചീന DNA പരിശോധിച്ചപ്പോൾ ആ സ്ത്രീക്ക് 4300 വയസ്സ് മിനിമം ഉണ്ട്. മാക്സിമം 4800 വർഷം, ഒരു 500 വർഷം. അപ്പോഴും 4300 മിനിമം ആ സ്ത്രീക്ക് പ്രായമുണ്ട്. ആ സ്ത്രീയിൽ സ്റ്റെപ്പി ആര്യൻ ജനിതകം ഉണ്ടായിരുന്നില്ല. ജനിതക ശാസ്ത്രം പറയുക വേറൊരു ടൈമാണ് പറയുക. ആ സ്ത്രീയിൽ സ്റ്റെപ്പി MLBA ഓട്ടോസോമൽ ആൻസസ്ട്രി ഇല്ല. അപ്പോൾ ഇതൊരു വലിയ തെളിവായി മാറി. കാരണം ആര്യന്മാർ പിന്നീട് വന്നവരാണ് എന്നുള്ള കാര്യത്തിൽ വലിയൊരു തെളിവായി മാറി. ഇതുമാത്രമല്ല ആര്യന്മാർ പുറത്തു നിന്നും വന്നവരാണ് എന്നതിൻ്റെ തെളിവ്. ഇവർ വരുന്ന വഴിയിൽ കസാക്ക് മുതൽ ഇവിടെ എത്താനുള്ള വലിയ ദീർഘമായ ആ ഒരു പാതയിൽ അവർ ഉണ്ടാക്കിയ സംസ്കാരങ്ങളിൽ നിന്നുള്ള DNAകൾ നമുക്ക്
ജനിതക സാമ്പിളുകൾ നമുക്ക് കിട്ടുകയുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് വരുന്ന ദിശയിൽ റഷ്യയുടെ തെക്കൻ ഭാഗങ്ങളിൽ കസാക്ക് സ്റ്റെപ്പിയിൽ ഇവർ ഉണ്ടാക്കിയ ഒരു കൾച്ചറുണ്ട്. അതാണ് ഈ സിൻഡാഷ കൾച്ചർ. അവിടെ നിന്ന് നമുക്ക് DNA ലഭിച്ചിട്ടുണ്ട്. ആ DNAയുടെ പ്രായം 4100 വർഷമാണ്. ഇവരുടെ DNAയിൽ R1A-Z93 എന്ന DNA കണ്ടെത്തി. ഒപ്പം സ്റ്റെപ്പി MLBA ഓട്ടോസോമൽ കമ്പോണൻറ്റും. ഇതിൽ സ്റ്റെപ്പി MLBA ഓട്ടോസോമൽ കമ്പോണൻ്റ് ഉണ്ടോ, അതിനെയാണ് നമ്മൾ ഈ സ്റ്റെപ്പി ജനിതകം എന്ന് പറയുന്നത്. ഈ സ്റ്റെപ്പി ഇടയന്മാർ, സ്റ്റെപ്പി പാസ്റ്ററലിസ്റ്റ്, അവർ പിന്നെ തെക്കോട്ട് നീങ്ങി. അടുത്ത പാത, അവരുടെ പാത അവിടെയാണ് എത്തിയത്. അവർ എത്തിയ പ്രധാന പ്രദേശത്തെ നമ്മൾ ഇന്ന് വിളിക്കുന്നത് ബാക്ട്രിയ മാർഗിയാന ആർക്കിയോളജിക്കൽ കോംപ്ലക്സ് എന്നാണ്. ഇന്നത്തെ തുർക്ക്മെനിസ്ഥാൻ, കിർഗിസ്ഥാൻ, വടക്കേ അഫ്ഗാനിസ്ഥാൻ ഇവയൊക്കെ കൂടിച്ചേർന്ന ഒരു രാജ്യങ്ങളിലാണ് ഇന്ന് ഈ ബാക്ട്രിയ മാർഗിയാന സൈറ്റ് എന്ന് പറയുന്നത്. അവിടെ എത്തിയ ആര്യന്മാർ 3700 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കിയ, ആ പ്രദേശത്തുണ്ടാക്കിയ ഒരു കൾച്ചറുണ്ട്. ആ കൾച്ചറിനെ ആൻഡ്രനോവ കൾച്ചർ എന്നാണ് പറയുന്നത്. ആ സ്ഥലത്ത് നിന്നും നമുക്ക് DNA ലഭിച്ചിട്ടുണ്ട്. അതിലും ഈ സ്റ്റെപ്പി MLBA ഓട്ടോസോമൽ കമ്പോണൻ്റ് ഉണ്ട്. ഇതൊക്കെയാണ് തെളിവുകൾ. ഇതേ കണ്ടൻറ്റ് തന്നെയാണ്, ഈ പറഞ്ഞ ജനിതക കണ്ടൻറ്റ് തന്നെയാണ് ഇന്നത്തെ വടക്കേ ഇന്ത്യയിലെ ഉയർന്ന ജാതിക്കാരിൽ ഉയർന്ന തോതിൽ കാണുന്ന ജനിതകം. മറ്റുള്ളവരിൽ ചെറിയ തോതിലും അതുണ്ട്. അപ്പോൾ സ്റ്റെപ്പി വിത്ത് എന്ന് പറയുന്നത് നിസ്സാര വിത്തല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിതിനെ സിമ്പിളായിട്ട് വിളിക്കുക ആര്യരക്തം എന്നാണ്. ഈ ആര്യജനിതകം 4000 വർഷം മുമ്പ് ഇന്ത്യയിൽ ജീവിച്ച ഒരു മനുഷ്യനിലും ഇല്ല. അതുകൊണ്ടാണ് ആര്യൻസ് ഇന്ത്യയിൽ വന്നത്, ഇന്ത്യയിലേക്ക് കുടിയേറിയത് ഈ 4000 വർഷത്തിന് ശേഷമാണ് എന്ന് നമ്മൾ പറയുന്നത്. മാത്രമല്ല, 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ കുതിരകൾ ഇല്ലായിരുന്നു. കുതിരകളെ മെരുക്കാൻ ആര്യൻസിനെ അറിയാമായിരുന്നുള്ളൂ. 4000 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് നമുക്ക് കുതിരയുടെ അവശിഷ്ടങ്ങൾ ഇന്ത്യയിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 4000 വർഷങ്ങൾക്ക് ശേഷം 2 തരം മനുഷ്യ ഗ്രൂപ്പുകളെ ഇന്ത്യയിൽ കാണാം. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഹാരപ്പന്മാർ സ്റ്റെപ്പി ആര്യന്മാരുമായി ചേർന്നുണ്ടായ അല്ലെങ്കിൽ കലർന്നുണ്ടായ ഒരു സങ്കരം, പുരാതന നോർത്ത് ഇന്ത്യക്കാർ അഥവാ ANI. ഇതേ ഹാരപ്പന്മാർ തമിഴ്നാട് ഭാഗത്തേക്ക് വന്ന് അവിടെയുള്ള ആദിമ ഇന്ത്യക്കാരുമായി ചേർന്നുണ്ടാക്കിയ മറ്റൊരു പോപ്പുലേഷൻ ഗ്രൂപ്പ്, അതാണ് പുരാതന തെക്കേ ഇന്ത്യക്കാർ അഥവാ ASI. അപ്പോൾ 2 ഗ്രൂപ്പുകളെ നമ്മളിവിടെ പരിചയപ്പെട്ടു. ഈ 2 മനുഷ്യ ഗ്രൂപ്പുകളും വെള്ളം കടക്കാത്ത രീതിയിൽ 2 ഗ്രൂപ്പായി 2 മേഖലയിൽ നിൽക്കുകയായിരുന്നെങ്കിൽ 2 ടീമായി മാറിയേനെ. പക്ഷേ അങ്ങനെയല്ല, അവർ ചലിച്ചു. മൊബിലിറ്റി ഉണ്ടായിരുന്നു. കൂടുതൽ മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടി, വ്യാപാരത്തിന് വേണ്ടി അവർ ചലിച്ചു. അങ്ങനെ ആര്യന്മാർ ഇന്ത്യയിൽ വന്നതിന് ശേഷം AD 100 വരെയുള്ള ഒരു കാലം എന്ന് പറഞ്ഞാൽ ഏകദേശം 2100 വർഷം, അത്രയും കാലം ഇവിടെ മിക്സിംഗ് നടന്നു. ANIയും ASIയും തമ്മിൽ മിക്സിംഗ് നടന്നു. കാരണം അക്കാലത്ത് സ്വഗോത്ര വിവാഹം, അതായത് ഒരു ജാതിയിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന നിയമം ഉണ്ടായിരുന്നില്ല. അതായത് 2100 വർഷം ഉള്ള ഒരു വലിയൊരു കാലം, 2 സഹസ്രാബ്ദം തന്നെ ഇന്ത്യയിൽ ജാതി നിർബന്ധമായിരുന്നില്ല. അതുകൊണ്ട് എല്ലാവരും എല്ലാവരോടും കലർന്നു. ANIക്കാർ ASIക്കാരോട് കലർന്നു. വടക്കേ ഇന്ത്യക്കാരന് തെക്കേ ഇന്ത്യക്കാരുമായി കലരാൻ യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ലാത്ത 2 സഹസ്രാബ്ദങ്ങൾ അങ്ങനെ കടന്നുപോയി. അങ്ങനെയാണ് ഈ സ്റ്റെപ്പി ആര്യൻ രക്തം കുറഞ്ഞ അളവിലായാലും ദക്ഷിണേന്ത്യക്കാരിലും കയറിക്കൂടിയത്. പക്ഷേ ആ ഒരു സ്വാതന്ത്ര്യം AD 100 അവസാനിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ജാതി വ്യവസ്ഥ ഇന്ത്യയിൽ AD 100 പറഞ്ഞാൽ 1900 വർഷങ്ങൾക്ക് മുമ്പ് നിർബന്ധമായി. ഗോത്രം മാറിയുള്ള വിവാഹം നിഷിദ്ധമായി. കലരിൽ നിന്നു ശുദ്ധി ഐത്തം, ഇതാണ് പിന്നെ ഇവിടെ പ്രമാണ്യം നേടിയ 2 ചിന്താഗതികൾ. അക്കാലത്ത് മറ്റൊരു വഴിയിലൂടെയും സ്റ്റെപ്പി രക്തം ഇന്ത്യയിൽ, തെക്കേ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ബുദ്ധ ജൈന മതങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന ആളുകൾ പലരും ഈ ANI ഉള്ള ആളുകളായിരുന്നു. അവരിൽ ആര്യൻ ജനിതകം ഉണ്ടായിരുന്നു. അത് ഇവിടേക്ക്
പടർന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ബുദ്ധജൈന മതങ്ങൾ പ്രചരിപ്പിക്കാൻ വരുന്നവർക്ക് ജാതി മതവിശ്വാസങ്ങൾ ഇല്ലാതിരുന്നു. അതുകൊണ്ട് അവർക്ക് ആരെ തൊടാനും ബന്ധപ്പെടാനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ രക്തം വീണ്ടും ഇവിടെ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ജനവിഭാഗങ്ങൾക്കുള്ളിൽ ലയിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പല വഴികളിലൂടെ സ്റ്റെപ്പി രക്തം തെക്കേ ഇന്ത്യയിലേക്ക് വന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നോക്കുമ്പോൾ ഇന്ത്യയിലെ ഭൂരിഭാഗം, മുഴുവനല്ല, ഭൂരിഭാഗം മനുഷ്യരിലും വിവിധ അളവിൽ സ്റ്റെപ്പി രക്തം, ആര്യന്മാരുടെ രക്തം കാണപ്പെടുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും മാറ്റമുണ്ടായോ എന്ന് ചോദിച്ചാൽ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ഇറാനിയൻ രക്തത്തിന് വലിയ കേടൊന്നും സംഭവിച്ചില്ല, കുറവും സംഭവിച്ചില്ല. കാരണം വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഏതൊരാളിലും, അത് ബ്രാഹ്മണനായിക്കോട്ടെ ഏത് ജാതിക്കാരനായിക്കോട്ടെ, എങ്ങനെ എത്തിയാലും അവരിൽ ഹാരപ്പൻകാരുടെ രക്തം ഉണ്ടായിരിക്കും. ഈ ഹാരപ്പൻകാരുടെ രക്തത്തിൽ മെജോറിറ്റി ഇറാനിയൻ രക്തം ആയിരിക്കും. അതുകൊണ്ട് ഈ കേരളത്തിൽ ഉള്ള അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ഉള്ള ഇറാനിയൻ രക്തത്തിന് വലിയ കേടുപാടുകളോ കുറവോ ഒന്നും സംഭവിച്ചതായിട്ട് കാണുന്നില്ല. ഏകദേശം 2300 വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റെപ്പ് ആര്യരക്തമുള്ള ചില ഗ്രൂപ്പുകൾ, അതായത് ANI ഡോമിനൻ്റായ ചില ഗ്രൂപ്പുകൾ മഹാരാഷ്ട്ര മുതൽ ഇങ്ങനെ കർണാടകം വഴി അറബിക്കടലോരത്തോടുകൂടി നമ്മുടെ കേരളത്തിലെത്തി. 3-ാം നൂറ്റാണ്ട് മുതൽ അവർ വടക്കൻ കേരളത്തിൽ ചില ഗ്രാമങ്ങളൊക്കെ സ്ഥാപിച്ച് തുടങ്ങി. 8-ാം നൂറ്റാണ്ടോടുകൂടി അവർ കേരളം മുഴുവൻ വ്യാപിച്ചു. അവരെയാണ് നമ്മൾ ബ്രാഹ്മണർ എന്നറിയപ്പെടുന്നത്. ആ കുടിയേറ്റത്തെയാണ് നമ്മൾ ബ്രാഹ്മണ കുടിയേറ്റം എന്ന് പറയുന്നത്. ഇവർ കേരളത്തിലെ ചില സമുദായങ്ങളുമായി മാത്രം മിക്സ് ചെയ്തു. അല്ലെങ്കിൽ അവർ മിക്സ് ചെയ്യാൻ തിരഞ്ഞെടുത്ത സ്ത്രീകൾ പെറ്റുപെരുകി ഒരു പ്രത്യേക സമുദായമായി മാറി. അവരിൽ നിന്നുണ്ടായ കുട്ടികൾക്ക് ബ്രാഹ്മണരിൽ നിന്നും സ്റ്റെപ്പി ആര്യ പൈതൃകം ആവോളം ലഭിക്കുകയുണ്ടായി. എന്നാൽ അതുകൊണ്ടും അവരുടെ ഇറാനിയൻ രക്തത്തിന് അല്ലെങ്കിൽ ജനിതകത്തിന് ഒരു കുറവുണ്ടായില്ല. കാരണം ബ്രാഹ്മണനായാലും അയാൾ തിരഞ്ഞെടുത്ത സ്ത്രീ ഇറാനിയൻ ജനിതകമുള്ള സ്ത്രീ ആയിരുന്നു. അവരിൽ അത് ഇൻബിൽറ്റായിരുന്നു. ഇരുവരും സിന്ധു നദീതട പാരമ്പര്യം അവകാശപ്പെടുന്നവരായിരുന്നു എന്നായിരുന്നു അതിൻ്റെ കാരണം. ബ്രാഹ്മണൻ കേരളത്തിൽ ഇണചേരാൻ ഉപയോഗിച്ച സ്ത്രീകൾക്ക് മക്കളുണ്ടായി, അവർക്ക് മക്കളുണ്ടായി, അവർ വലിയൊരു സമുദായമായി മാറി. അപ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന ഭാഷ, അതായത് അവരുപയോഗിച്ചിരുന്ന ദ്രാവിഡ ഭാഷ, സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന ദ്രാവിഡ ഭാഷയും ബ്രാഹ്മണൻ്റെ സംസ്കൃത ഭാഷയും തമ്മിൽ കൂടിക്കുടഞ്ഞു. കുറെ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായി. അങ്ങനെ ഇവിടെ കേരളത്തിൽ സംസാരിച്ചിരുന്ന ആദിമ തമിഴിലേക്ക് ബ്രാഹ്മണൻ്റെ സംസ്കൃത വാക്കുകൾ തള്ളിക്കയറി. അതാണ് മലയാള ഭാഷ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകാനുള്ള ഒരു കാരണം. ബ്രാഹ്മണന് ഭൂമിയിൽ അവകാശം കിട്ടിയതും മേലാളനായതും മറ്റൊരു കാരണം പ്രാദേശിക ജനതയ്ക്ക് അവരുമായി അവരുടെ ഭാഷയുമായി ചേർന്ന് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ. അങ്ങനെ ഇത് കൂടിക്കുഴയുകയും അവരിലെ പല പദങ്ങളും ഈ പ്രാദേശിക ജനതയുടെ ഭാഷയിലേക്ക് കയറി വരികയും ചെയ്തു. കച്ചവടവും കൃഷിയും ഉള്ളിടത്തൊക്കെ ഭാഷകൾ തമ്മിൽ ഇടകലരും എന്ന കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അങ്ങനെയും ഇവിടുത്തെ മനുഷ്യർ സംസാരിച്ചിരുന്ന ഭാഷയിലേക്ക് സംസ്കൃത വാക്കുകൾ തള്ളിക്കയറി. ഇന്നത്തെ സ്റ്റാൻഡേർഡ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിൻ്റെ ഉള്ളിൽ കൂടുതൽ സംസ്കൃത പദങ്ങൾ ഉപയോഗിക്കുന്ന ആളാണ് ഇന്നത്തെ ഏറ്റവും സ്റ്റാൻഡേർഡുള്ള ആൾ. അല്ലാത്തവർ തറ ഭാഷക്കാരാണ്. ബ്രാഹ്മണ്യത്തെ എതിർക്കുന്നവർ വരെ ബ്രാഹ്മണൻ കോൺട്രിബ്യൂട്ട് ചെയ്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ സ്റ്റാറ്റസ് നേടാൻ ശ്രമിക്കുന്ന നാടാണ് കേരളം. അപ്പോൾ മലയാള ഭാഷ ഡെവലപ്പ് ചെയ്തത് എങ്ങനെയാണെന്നുള്ളതൊരു വേറെ വിഷയമാണ്. നമ്മൾ ഇന്ത്യക്കാരൻ്റെ രക്തത്തിൽ ഇറാൻ ജനിതകത്തിലേക്ക് തന്നെ വരികയാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സമാഹരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ മലയാളികളും ഇറാൻകാരും തമ്മിലുള്ള ബന്ധം നമുക്ക് 2-3 വാചകത്തിലൂടെ നമുക്ക് പ്രസ്താവിക്കാം. ഒന്നാമതായി, ദക്ഷിണേന്ത്യയിലേക്ക് വന്ന ഹാരപ്പന്മാരിൽ ഇറാനിയൻ രക്തമുണ്ടായിരുന്നു. അത് നമ്മൾ മലയാളികളിൽ ഇന്നും ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ദക്ഷിണേന്ത്യയിലേക്ക് വന്ന ബുദ്ധമത ജൈന മത പ്രചാരകരിൽ ഒരു വിഭാഗം ആര്യ സ്റ്റെപ്പി രക്തം ഉള്ളവർ ആയിരുന്നെങ്കിലും അവരിലും ഇറാനിയൻ രക്തമുണ്ടായിരുന്നു. അതും നമ്മൾ മലയാളികളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മൂന്നാമതായി, ദക്ഷിണേന്ത്യയിലേക്ക് കുടിയേറിയ ബ്രാഹ്മണരിൽ അധികവും ആര്യരക്തം ഉള്ളവരായിരുന്നെങ്കിലും അവരിലും പഴയ ഇറാൻ രക്തമുണ്ടായിരുന്നു. അതും മലയാളികളിലെ ചില
സമുദായങ്ങളിൽ ഉണ്ടാകാൻ വഴിയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മലയാളികളിലുള്ള ഇറാനിയൻ രക്തം അല്ലെങ്കിൽ ജനിതകം എന്ന് പറയുന്നത് നിസാരമായി തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അത്രയ്ക്കും പ്രകടമാണ്. മലയാളികളിൽ മാത്രമല്ല, ദക്ഷിണേന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളിലും അതുണ്ട്. അവരെ എല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു കോമൺ ത്രെഡ് ആണ് ഈ ഇറാനിയൻ റിലേറ്റഡ് ജനിതകം. ഇത് ദളിത് ആദിവാസിയിലും നായർ സമുദായത്തിലും നമ്പൂതിരിയിലും ഒക്കെ കാണപ്പെടുന്ന ഒന്നാണ്. എന്നാൽ സ്റ്റെപ്പി ആര്യൻ ജനിതകം എല്ലാ ജനവിഭാഗങ്ങളിലും ഒരുപോലെ നമ്മൾ കാണുന്നില്ല. അപൂർവം ചിലരിൽ അതില്ല, ചിലരിൽ വളരെ കൂടുതലാണ്. നമ്മളിപ്പോൾ പണിയ, ചുരുള, കാടർ തുടങ്ങിയ ജാതികളിലേക്ക് ചെന്ന് സ്റ്റെപ്പി ആര്യൻ നോക്കിയാൽ അതവിടെ കാണില്ല. പക്ഷേ ഇറാനിയൻ പൈതൃകം അത് ഇന്ത്യയിൽ ഏകദേശം എല്ലാവരിലും കുറേശ്ശെ ഉണ്ട്. ഇത് ഇന്നത്തെ ഇറാനിലെ രാഷ്ട്രീയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമേ അല്ല. അവിടുത്തെ ജനങ്ങളും വിവിധ കുടിയേറ്റങ്ങൾ കഴിഞ്ഞപ്പോൾ, വേറെ മിക്സിങ്ങുകൾക്ക് വിധേയമായിക്കൊണ്ട് അവരും മാറിക്കഴിഞ്ഞു. സ്റ്റെപ്പി ആര്യൻ പൈതൃകം എന്ന് പറയുന്നത് അവരിലുമുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ പേർഷ്യ എന്ന പേര് മാറ്റി ഇറാൻ എന്ന പേരിട്ടത്. അപ്പോൾ അവരിലെ ആദിമ ഇറാനിയൻ ജനിതകവും നന്നായി കുറഞ്ഞിട്ടുണ്ട്, നമുക്കും കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എന്തൊക്കെ ചേർന്നതാണ് ഒരു ഇന്ത്യക്കാരൻ്റെ ജനിതകം, എത്ര മിക്സ് ഉണ്ട് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ജനിതക പഠനങ്ങൾ പറയുന്നത്, അതായത് ശാസ്ത്രജ്ഞന്മാർ തമ്മിൽ ഒരു സമവായത്തിലെത്തിയത് മാത്രം പറയാം, അതായത് പരമാർത്ഥമായ കാര്യം മാത്രം പറയാം. നമ്മുടെ ഇന്ത്യക്കാരൻ്റെ ജനിതകത്തിൽ ഇറാനിയൻ റിലേറ്റഡായി 30 മുതൽ 35% വരെ ജനിതകമുണ്ട്. 65,000 വർഷം മുമ്പ് വന്ന ആദിമ ഇന്ത്യക്കാരുടെ ജനിതകം 40 മുതൽ 50% വരെ നമ്മളിലുണ്ട്. ഇതൊക്കെ ശരാശരി കണക്കാണ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പി ആര്യന്മാരുടെ ജനിതകം, അത് 10 മുതൽ 15% വരെ നമ്മുടെ ഇന്ത്യക്കാരിൽ ഏവറേജ് ഉണ്ട്. ഇതൊക്കെ ശരാശരി കണക്കാണ്. കാരണം സ്റ്റെപ്പി ആര്യന്മാരുടെ രക്തമുള്ള ചില ജാതികളുണ്ട്, ചില പുരോഹിത ജാതികളിൽ ഇത് വളരെ കൂടുതലാണ്. പക്ഷെ നമ്മൾ പറയുന്നത് ഏവറേജാണ്. ഒരു കുടിയേറ്റം കൂടി നമ്മൾ പറഞ്ഞാലല്ലാതെ ഇന്ത്യയിലെ യഥാർത്ഥ ചിത്രം, ജനിതക ചിത്രം നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ ഇന്ത്യയിലേക്ക് 4ാമത്തെ ഒരു കുടിയേറ്റം കൂടി ഉണ്ടായിട്ടുണ്ട്. അത് ആസ്ട്രോ ഏഷ്യാറ്റിക് ഭാഷ സംസാരിക്കുന്ന ആളുകളാണ്. ഇന്നത്തെ കംബോഡിയ, വിയറ്റ്നാം, ലാവോസ് എന്നിവിടങ്ങളിൽ നിന്ന് അവർ ബർമ്മ വഴി അവർ മേഘാലയ ക്രോസ് ചെയ്ത് ആസാം, ജാർഖണ്ഡ്, ഒറീസ, ബംഗാൾ എന്നിവിടങ്ങളിലേക്ക് വന്നു. അവർ വരുമ്പോൾ അവരുടെ ഭാഷ ഖമർ, അവിടുത്തെ ഭാഷയായിരുന്നു. പക്ഷേ ഇവിടുത്തെ ആദിമ ഇന്ത്യക്കാരുമായി അവർ കൂടിച്ചേർന്ന് അവർക്ക് പുതിയ 4 ഭാഷകൾ ഉണ്ടായി. സന്താളി, മുണ്ട്രി, ഖാസി, ഹോ എന്നീ ഭാഷകൾ. അപ്പോൾ നമ്മൾ ഈ പ്രഭാഷണം ചുരുക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ്. ആകെ 4 പ്രധാനപ്പെട്ട കുടിയേറ്റങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. ആദ്യം 65,000 വർഷം മുമ്പുണ്ടായ ആഫ്രിക്കയിൽ നിന്നുള്ള ഹോമോസാപ്പിയൻസിൻ്റെ കുടിയേറ്റം, അവർ മൊത്തം പരന്നു. രണ്ടാമത് ഇറാനിൽ നിന്ന് വന്ന ഇറാനിയൻ കർഷകർ എന്ന് വിളിക്കുന്ന സത്യത്തിൽ വേട്ടയാടികളായിരുന്ന ആളുകൾ. മൂന്നാമത്തത് സ്റ്റെപ്പിയിൽ നിന്നും വന്ന ആര്യന്മാർ. 4 ആസ്ട്രോ ഏഷ്യാറ്റിക് ഭാഷകളുമായി വന്നവർ. ഇവരെല്ലാവരും കൂടി കലർന്നവരാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ ഇന്ത്യക്കാരും. ശുദ്ധവംശം എന്ന ഒന്നില്ല, പക്ഷെ സ്വപ്നങ്ങളിൽ അതുണ്ട്. ഞാനിതിന് ഈ ടോക്കിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് റെഫർ ചെയ്യുന്നത് ഏർലി ഇന്ത്യൻസ്, ദി സ്റ്റോറി ഓഫ് അവർ ആൻസസ്റ്റേഴ്സ് ആൻഡ് വേർ വി കെയിം ഫ്രം എന്ന ടോണി ജോസഫ് 2018 എഴുതിയത്. അതുപോലെ ഹൂ വി ആർ ആൻഡ് ഹൗ വി ഗോട്ട് ഹിയർ, ആൻഷ്യൻ്റ് DNA ആൻഡ് ദി ന്യൂ സയൻസ് ഓഫ് ദി ഹ്യൂമൻ പാസ്റ്റ് എന്ന പുസ്തകം ഡേവിഡ് റേക്ക് എഴുതിയത്. നന്ദി, നമസ്കാരം.